ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലതരം ബാറ്റ്മാനെ കണ്ടിട്ടുണ്ട്. യങ്ങസ്റ്റ് ബാറ്റ്മാൻ്റെ ആണ് കൂടുതൽ മൂവി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടം എന്നും മറ്റേ ബെൻ അഫ്ലോക്ക് എൻ്റെ ഫേവറേറ്റ് ബാറ്റ്മാനാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരെ കുറിച്ചായതല്ല, നമ്മുടെ മൂവീസിൽ പെടുന്ന ബാറ്റ്മാനെ കുറിച്ചേ അല്ല. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഓൾഡസ്റ്റ് ബാറ്റ്മാൻ, വയസ്സായ ബാറ്റ്മാൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മളെ ബാറ്റ്മാന് വയസ്സായി എന്ന് വെച്ചിട്ട് ബാറ്റ്മാൻ ഇല്ലാതാവില്ലല്ലോ. പക്ഷെ നമുക്ക് നോക്കണ്ടേ എങ്ങനെ കഥ എങ്ങനെ പോകുന്നത്. സോ നമുക്ക് ആദ്യം ട്രാക്കാണ് കാണുന്നത്. ഒരു റേസ് നടന്നു കൊടുക്കുക ഗോതം സിറ്റിയിൽ, നല്ല പവർഫുൾ റേസ് നടന്നു കൊടുക്കുക. നമുക്ക് ആ കാറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓഫ് കോഴ്സ് ദ ബാറ്റ്മാൻ ബ്രൂസ് വെയ്ൻ. അപ്പോൾ ആളെ ലുക്കിലൊന്നൊരു മാറ്റമില്ല, ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്ക്, ഡാർക്ക് കളറും ആ ഒരു ഗാംഭീര്യം വിട്ടു മാറിയിട്ടില്ല. പക്ഷെ നല്ല പവർ റേസിങ്ങിൽ ഫസ്റ്റ് അദ്ദേഹം തന്നെ ഉള്ളത്, നല്ല സ്റ്റൈലിലും ബാറ്റ്മാൻ്റെ ഒരു സിംറ്റംസ് കാണുന്നുണ്ട് നമ്മൾ. പക്ഷെ നല്ല പവർഫുൾ റേസ് തന്നെയാണ്. പക്ഷെ വയസ്സായാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സീരിയസ് കണ്ടീഷനിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ ഓവർ റൈഡെല്ലാം ആയി തുടങ്ങി. പക്ഷെ എന്നാൽ അയാൾ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും പിടിച്ച് പറിച്ച് വലിച്ച് കളഞ്ഞിട്ടെല്ലാം പിന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പോഴും. വണ്ടി എന്നാലും അയാൾ ഫസ്റ്റ് തന്നെ ഉള്ളതും ഫ്രണ്ടിൽ തന്നെ ഉള്ളത് മാൽ ഫങ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി. വിചാരിച്ച പോലെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ലേ, വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല. പഴയ പോലെ ട്രെയിനിന് വണ്ടി നടത്താൻ കഴിയുന്നില്ല. വയസ്സായില്ലേ, ഇത്രയേ ഉള്ളൂ. ഏകദേശം ബ്ലാസ്റ്റായി ബ്രൂസ് വെയ്ൻ മരിച്ചു എന്നൊരവസ്ഥ കാണികൾക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്കി മാൻ, അത്രയോടൊന്നും പോകില്ല എന്നാണ് ബ്രൂസ് വെയ്ൻ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗോതം സിറ്റീൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഫുള്ള് ക്രൈംസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയും. നമ്മളെ ബ്രൂസ് വെയ്ൻ ബാറ്റ്മാൻ റിട്ടയർ ആയിട്ട് 10 വർഷമായി. ഇപ്പോൾ 10 വർഷമായിട്ട് ഇപ്പോൾ ബാറ്റ്മാൻ ഗോതം സിറ്റി ഇല്ല. അതായത് ക്ലീൻ ചെയ്തു, ഗോതം സിറ്റി എല്ലാം ക്ലീൻ ചെയ്തു. അതുപോലെ എല്ലാം മെയിൻ വില്ലൻസിനെയും മറ്റേ ആർഗം സൈലത്തിൽ അടക്കുകയും ചെയ്തു. ഇപ്പം 10 വർഷമായി ബാറ്റ്മാൻ റിട്ടയർ ആയിട്ട്. അതുപോലെ നമ്മുടെ കമ്മീഷണർ ഗോർഡനും റിട്ടയർ ടൈമിലായിട്ടുള്ള 1 മാസമേ ഉള്ളൂ. അപ്പോൾ 10 വർഷമായി ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയും. അങ്ങനെ ബ്രൂസ് വെയ്നും കമ്മീഷണർ ഗോർഡനും കൂടി ഇപ്പോൾ സംസാരിച്ചു കൊടുക്കുക. അതായത് ഗോർഡന് മനസ്സിലായി ബ്രൂസ് വെയ്നാണ് ബാറ്റ്മാൻ എന്നുള്ളത്. അങ്ങനെ 10 വർഷക്കാലയളവിൽ അവർ രണ്ടാളും നല്ലൊരു ഫ്രണ്ട്സായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും. പക്ഷെ ഇപ്പം ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ ക്രൈംസ് എല്ലാം കൂടിപ്പോയി. ഓഫ്കോഴ്സ് അവരുടെ ടോപ്പിക്ക് അത് തന്നെയാണ്. മറ്റേ ഗോതം സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥയിൽ അവർ സങ്കടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് വെയ്ൻ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഗോർഡനാണെങ്കിൽ ഇത് മുന്നോട്ട് തുടരാനും കഴിയുന്നില്ല. ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും 1 മാസത്തിനുള്ളിൽ തന്നെ ഗോർഡൻ റിട്ടയർ ആവേണ്ടതുമാണ്, ടൈമായി. അതുകൊണ്ട് പഴയ ബാറ്റ്മാൻ്റെ ഒരു ഓർമ്മകളും ഗോതം സിറ്റിയുടെ നാശവും എല്ലാം കൂടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഫുൾ ഡിപ്രഷനിൽ ഡിസ്റ്റർബായിട്ട് ബ്രൂസ് വെയ്ൻ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തെരുവിൽ ഇപ്പോൾ സേഫ്റ്റി ഇല്ല, എന്തും നടക്കാം, എന്തും അടുത്ത നിമിഷം നടക്കാം എന്നുള്ളൊരവസ്ഥ. ബാറ്റ്മാൻ റിട്ടയർഡും ഗോതം സിറ്റിയുടെ നാശവും ഒരേ സമയത്ത് നടക്കുന്നു. ബട്ട് ബാറ്റ്മാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അത്രയും കാലം സംരക്ഷിച്ചു കൊണ്ടിരുന്ന നീതി ബാറ്റ്മാൻ ബ്രൂസ് വെയ്നെ അങ്ങോട്ട് നടത്താൻ പറ്റുന്നില്ല എന്നൊരു സങ്കടവും പഴയ ഓർമ്മകൾ. ബ്രൂസ് വെയ്ൻ്റെ അച്ഛനും അമ്മയും, അതായത് മാർത്ത വെയ്നും തോമസ് വെയ്നും, 2 പേരുടെയും ആ മരണം ഇപ്പം അലട്ടുന്നുണ്ട്. മെയിനായിട്ട് ആ ഒരു മരണത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ബ്രൂസ് വെയ്ൻ ബാറ്റ്മാനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഓർമ്മയിൽ തന്നെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ നടക്കും, ബാറ്റ്മാൻ ഇല്ലാത്തതുകൊണ്ട് പഴയ ക്രൈംസ് പിന്നെ ഉണ്ടാകുന്നുള്ള ആ പഴയ ഓർമ്മ. ബാറ്റ്മാൻ ഇനിയും വേണമെന്നുള്ളൊരു ഉൾവിളി, ബാറ്റ്മാൻ ഇനിയും വേണമെന്നുള്ളൊരു ഉൾവിളി. അതുകൊണ്ട് അത്രയും ബ്രൂസ് വെയ്ൻ്റെ മാർത്ത വെയ്നും, അതായത് അമ്മയും അച്ഛനും മരിച്ച അതേ സ്ഥലത്ത് ജസ്റ്റ് രാത്രി സ്വതന്ത്രമായി നടക്കാനുള്ള ഒരു അവകാശം ഇല്ലാത്തൊരവസ്ഥ. ബ്രൂസ് വെയ്ൻ അതുകൊണ്ട് തന്നെ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കണമെന്നുള്ളൊരു രീതിയിൽ തന്നെ അവരോട് പെരുമാറുന്നു.
അപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നു. ആ പേടിയിലവരാണ് അവർ പിന്മാറിയിട്ട് തിരിച്ചു പോകുന്നത്. ഒന്നുമില്ലെങ്കിലും ഓൾഡായാലും ബാറ്റ്മാൻ അല്ലേ, അവരവിടെ നിന്ന് ഓടിപ്പോകും. അതോടുകൂടിയിട്ട് ബ്രൂസ് വെയിൻ്റെ ഉള്ള ഇതും കൂടി സമാധാനം കൂടി പോകും. ബ്രൂസ് വെയിൻ നല്ല ടെൻസ്ഡാണ്. ഒരു സമാധാനത്തോടെ ഉറക്കം കിട്ടുന്നില്ല. അതിനുശേഷം ഇപ്പോൾ വല്ലാതെ ഗോതം സിറ്റിയുടെ അവസ്ഥയെ മാറിപ്പോയി. പഴയ ആ കാലഘട്ടം, അതായത് തൻ്റെ ചെറുപ്പകാലത്തുണ്ടായ അതേ ഒരു കാലം പിന്നെയും ഗോതം സിറ്റി മാറി എന്നുള്ളൊരു ടെൻഷൻ ബ്രൂസിന് വന്നുകൊണ്ടിരിക്കും. ബാറ്റ്മാൻ താനാണെങ്കിൽ പോലും അതൊരു ക്യാരക്ടറായിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെയും തന്നെ വിളിക്കുന്നത് പോലെ ഒരു തോന്നൽ ബ്രൂസിന് വന്നുകൊണ്ടിരിക്കുക. വേണമെന്നുണ്ട്, ബാറ്റ്മാൻ തന്നെ വേണമെന്നുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിനൊരു കോൺഫിഡൻറ്റ് കുറവുണ്ട്. ബ്രൂസ് വെയിനൊരു കോൺഫിഡൻറ്റ് കുറവുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് കാണിക്കുന്നത് പിന്നെ ആർഗം അസൈലത്തിലാണ്. എല്ലാ വില്ലൻസിനെയും അടച്ചിട്ട് ലോക്കപ്പ് ചെയ്ത സ്ഥലം. ഞങ്ങൾക്ക് അതാരാ മനസ്സിലായി? ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജോക്കർ, ബാറ്റ്മാൻ്റെ മെയിൻ വില്ലൻ ജോക്കർ. ഏകദേശം എല്ലാവരും അടങ്ങി. മെയിൻ വില്ലൻസും ഹീറോസും എല്ലാവരും വയസ്സായി അടങ്ങിയിരിക്കുന്ന ടൈമാണത്. ഇതേ ടൈമിലാണ് നമ്മളെ ഹാർവി ഡെൻറ്റ്, ബ്രൂസ് വെയിൻ്റെ പഴയ ചങ്ങാതി ഹാർവി ഡെൻറ്റിനെ ചികിത്സിച്ച് നേരെയാക്കി, അതായത് ടു ഫേസിനെ ചികിത്സിച്ച് നേരെയാക്കി സിംഗിൾ പേഴ്സണാലിറ്റി മാത്രമാക്കിയിട്ട് ഈ ഡോക്ടേഴ്സ് പുറത്തേക്ക് അയക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു, ഫേസ് നേരെയാക്കി. ഇപ്പോൾ ഹാർവി ഡെൻറ്റ് ക്ലിയർ ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ഹാർവി ഡെൻറ്റിൻ്റെ പേഴ്സണൽ ഡോക്ടറും പ്ലാസ്റ്റിക് സർജനും കൂടി പറയുന്നത് ഹാർവി ഡെൻറ്റ് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഹാർവി ഡെൻറ്റിന് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാം. അതിനു വേണ്ടിയിട്ട് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുക. ഹാർവി ഡെൻറ്റിനെ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കി ഹാർവി ഡെൻറ്റിനെ പുറത്തയക്കണം. അതാണ് അവരുടെ ഇന്നത്തെ തീരുമാനം. അതിലിപ്പോൾ ഹാർവി ഡെൻറ്റും ഹാപ്പിയാണ്. ഹാർവി ഡെൻറ്റിനും അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് വന്ന് സന്തോഷമായി, ഫേസ് എല്ലാം ഓക്കെ ആയല്ലോ, ഹാർവി ഡെൻറ്റും ഹാപ്പിയാണ്. അതോടുകൂടിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു പ്രസ് മീറ്റൊക്കെ വെച്ച് ഹാർവി ഡെൻറ്റ് ജനങ്ങളോട് സോറിയൊക്കെ പറഞ്ഞു, അപ്പോളജി നടത്തി. അതായത് താൻ ചെയ്ത കുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ ക്ഷമിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളെ കൺവിൻസ് ചെയ്ത് ശ്രമിക്കുകയാണ്. താൻ ഇനി അങ്ങനത്തെ ഉള്ളൊരു മെൻറ്റാലിറ്റി അല്ല, താൻ നേരെയായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. അതോടുകൂടി ഹാർവി ഡെൻറ്റിൻ്റെ പഴയ സ്വഭാവമെല്ലാം മാറി. അതായത് ടു ഫേസ് അല്ല, ഇപ്പം താനിപ്പോൾ ഹാർവി ഡെൻറ്റായപ്പോൾ ഫുൾ ക്യാരക്ടർ ഹാർവി ഡെൻറ്റായിട്ട് മാറി എന്നെല്ലാം ന്യൂസിലെല്ലാം വന്നു. അങ്ങനെ റിലീസായിരുന്നു, അവിടെ നിന്ന് റിലീസായി, ആ ദിവസം ഒന്ന് റിലീസായി. പക്ഷേ ഗോതം സിറ്റിയിൽ അന്നും ക്രൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് വെയിൻ്റെ പേരൻസ് കിടന്ന പോലത്തെ പല ക്രൈം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രൂസ് വെയിൻ ഇതൊക്കെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് ബ്രൂസ് വെയിൻ പ്രസ് മീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളായിട്ട്, അതായത് ബ്രൂസ് വെയിൻ ഉണ്ട്, ബാറ്റ്മാൻ ഇല്ല. പക്ഷെ ബ്രൂസ് വെയിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ബ്രൂസ് വെയിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ജനങ്ങൾ അറിയുന്നുമുണ്ട്. പക്ഷെ ബാറ്റ്മാൻ ഇല്ലാത്ത ആ കുറവ് ഗോതം സിറ്റിക്കുണ്ട്. നാട് മുഴുവൻ ക്രൈംസാണ്. ഇതൊക്കെ ന്യൂസിലൂടെ കണ്ടിട്ട് ആൾ ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകൾ, അതായത് പണ്ടത്തെ ഗോതം സിറ്റി എന്താണോ അതിപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് ബ്രൂസ് വെയിൻ നേരിട്ട് കാണുകയാണ്. തൻ്റെ അമ്മയും അച്ഛനും പണ്ട് നഷ്ടപ്പെട്ട ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പഴയ കാലഘട്ടം, പണ്ട് താൻ മാറ്റിയെടുത്തതൊക്കെ ഒറ്റയടിക്ക് എല്ലാം പഴയ പോലെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ടെൻഷൻ്റെ ആ ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ന്യൂസ് കാണുന്നു, പക്ഷെ ഒരു ബാലൻസ് കിട്ടുന്നില്ല തൻ്റെ മൈൻഡിൽ. ചാനൽ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ തൻ്റെ ആ മൈൻഡ് മാറുന്നില്ല, കൺട്രോൾ കിട്ടുന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ ബ്രൂസ് വെയിൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. കൺട്രോൾ കിട്ടാണ്ട് തൻ്റെ മൈൻഡ് തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. ബാറ്റ്മാൻ്റെ മൈൻഡിൽ നിന്ന് തന്നോട് സംസാരിക്കുന്നു, എന്തൊക്കെയോ തന്നോട് പറയുന്നുണ്ട്, തനിക്കൊന്നും വ്യക്തമാകുന്നില്ല. ബാറ്റ്മാൻ തന്നെ ബ്രൂസ് വെയിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. നീ വയസ്സായി, നിൻ്റെ സോള് നിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയമായിട്ടുണ്ട്, നിനക്കിനൊന്നും സാധിക്കില്ലേ, നിൻ്റെ നാട് നിൻ്റെ കൈവിട്ട് പോകുന്നു എന്നുള്ളൊക്കെ രീതിയിൽ ബാറ്റ്മാൻ തന്നെ ബ്രൂസ് വെയിനോട് സംസാരിക്കുന്ന പോലെയുണ്ട്. പഴയ ഓർമ്മകളും ബാറ്റ്മാൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ക്രൈമും ബാറ്റ്മാൻ ചോദിക്കുന്നതും താനെന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നതും വയസ്സായി എല്ലാം കൂടി ഒരു
കുറ്റസമ്മതമെല്ലാം പോലെ ബാറ്റ്മാൻ തളർന്നിരിക്കുകയാണ് ആ ടൈമിൽ. എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട്. വേറെ ആരുമില്ല, ബാറ്റ്മാൻ മാത്രമേ ഉള്ളൂ ഗോതം സിറ്റിക്ക് വേണ്ടി. അവിടെ എന്താ ചെയ്യണമെങ്കിൽ ബാറ്റ്മാനെ ചെയ്യാൻ പറ്റൂ. പക്ഷെ ബാറ്റ്മാനൊന്നും ചെയ്യാൻ കഴിയില്ല, വയസ്സായി ക്ഷീണിതനായി, തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബാറ്റ്മാൻ. വളരെ ദയനീയാവസ്ഥയിൽ. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ, ബാറ്റ്മാൻ അല്ലേ. ബാറ്റ്മാൻ്റെതായ ഉള്ളിൽ നിന്ന് ഒരു കോൺഫിഡൻ്റ് ബാറ്റ്മാൻ തന്നെ തോന്നി തുടങ്ങി. അല്ലെങ്കിൽ ആ പഴയ പേടി, വവ്വാലിനോടുള്ള പേടി.